എവിടെ പോവാ മോനെ? ഇടുക്കിക്ക്. ആരുടെ സഹായം വേണ്ട കേട്ടോ എനിക്ക്. ഈ സ്ഥലം അറിയാവോ? ഇല്ല. ഓ അങ്ങനെ ഓർമ്മ കാണാനാ. എനിക്ക് മനസ്സിലായി കാര്യം എന്നാണ്. ചാച്ചൻ പോയടാന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് കേക്ക് മുറിക്ക് 4 ലക്ഷം പേർക്കും കൊടുക്കണം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ എന്റെ അമ്മ പുറകെ പോയി ഒളിച്ചു ഞാൻ മാസമായിട്ട് ചാടി വരാന്നൊക്കെ പറഞ്ഞു. മറ്റേ വേണം ഒരു മെമ്മോ ഇടാ പുറകിന്ന് ചാടി വരുന്ന അങ്ങനെ ഒരു മെമ്മോ ഇടാണെങ്കിൽ ഇടാൻ കേട്ടോ. അപ്പം ഇന്ന് കുറെ ദിവസമായി നമ്മൾ ഒരു വലിയ വീഡിയോ ഇട്ടിട്ട്, ലോങ് വീഡിയോ ഇട്ടിട്ട്. അത് നമ്മൾ ഓട്ടമായിരുന്നു, ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഓട്ടമായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഷോർട്സ് കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ടായിരുന്നു. ഇനി മുന്നിലോ പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം ലോങ് വീഡിയോസ് ഒക്കെ ഇടാനായിട്ടും ഷോർട്സ് കൂടെ എന്തായാലും ഷോർട്സ് എന്തായാലും ഉറപ്പായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ലോങ് വീഡിയോസ് ഇടാം കേട്ടോ. അതേപോലെ നമ്മുടെ ലോങ് വീഡിയോസ് മിസ് ചെയ്തേക്കുന്ന എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണം. എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ വലിയ വീഡിയോ എന്തൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഈ ഓണം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പൊതുവെ ഷോപ്പിലോട്ട് ആൾക്കാർ വരുന്നത് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഓൺലൈനിന്റെ പുറകെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഇപ്പോഴും കണ്ടിന്യൂസ്ലി അങ്ങനെ തന്നെ പോകുന്നു. അതുകൊണ്ട് നല്ലപോലെ അത്യാവശ്യം വലിയ റേറ്റ് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഓണമൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇടുക്കിയിലോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ മാത്രമല്ല കൂടെ ഉള്ളത്, ഒരു ഗ്യാങ് തന്നെയുണ്ട്. ഫാമിലി മൊത്തമായിട്ട് നമ്മളെല്ലാവരും കൂടെയാണ് ഇടുക്കിയിലോട്ട് പോകുന്നത്. എന്തിനാണ് ഇടുക്കിയിലോട്ട് പോകുന്നതെന്ന് ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് കുറെ നാൾ കൂടി എല്ലാവരും ചിറ്റാമ്മ ഉൾപ്പെടെ, അതായത് ചിറ്റാമ്മ അവസാനമായിട്ട് വന്നത് ക്രിസ്മസിനാണ്. ഉപ്പുതറ വീട്ടിലായിരുന്ന സമയത്ത് ക്രിസ്മസിനാണ് അവിടെ വന്ന്. തിരിച്ചു വരുന്ന വഴിക്ക് ചിറ്റാമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് നമ്മൾ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. പിന്നെ രാത്രി നൈറ്റ് ആയപ്പോഴാണ് വന്നത്. ഒരാൾ ഇറങ്ങി വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഓടി ചാടി വരുന്നുണ്ട്. അത് ആരാണെന്ന് ആ പ്രിൻസസ് എന്ന് കാണിച്ചു തരാം കേട്ടോ. പ്രിൻസസ് കമോൺ കയറി വരൂ. പ്രിൻസസിന്റെ ഡ്രസ്സൊക്കെ ഇത്തിരി പാടാണ്, അതുകൊണ്ട് എന്ത് കാണിക്കാനാ മോനെ? ഇട്ടായി ഉണ്ട് കൊച്ചിന്റെ കയ്യില് കേട്ടോ. അപ്പം എല്ലാരും വെളുപ്പിനെ തന്നെ കുളിച്ചൊരുങ്ങി. പിള്ളേരെല്ലാം രാവിലെ എണീറ്റ് കുളിച്ച് എല്ലാം റെഡിയായി കേട്ടോ. ലച്ചുട്ടി അവിടെ അകത്തുണ്ട്. എന്നാ നിൽക്കുക? എവിടെ പോവാ മോനെ? ഇടുക്കിക്ക്. അപ്പൊ അവള് പിന്നെ പറഞ്ഞു എന്തായാലും. അപ്പം അവള് 2 ദിവസമായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാച്ചിന്റെ അടുത്ത് വേണം, ചാച്ചിന്റെ അടുത്ത് വേണം. അതെ. അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. നമ്മള് ചിറ്റാമ്മയെ കഴിഞ്ഞ പ്രാവശ്യം, ചിറ്റാമ്മയ്ക്ക് ഇപ്രാവശ്യം വരണമെന്ന് ഒറ്റ നിർബന്ധം. ചിറ്റാമ്മയ്ക്ക് വരണം, കാരണം അതെ അപ്പം പ്രായത്തിന്റെ ആ ഒരു ഇതെല്ലാം മാറ്റി വെച്ചു. ചിറ്റാമ്മ വരണം. ഞാൻ പറഞ്ഞു ചിറ്റാമ്മ എന്നാ പിന്നെ ചേട്ടാടെ എടുത്ത് ആക്കിയിട്ട് പോകാം. ചിറ്റാമ്മയ്ക്ക് വരണം. അപ്പൊ നമുക്ക് ചിറ്റാമ്മ വരണമെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് പോവാണ്. നമ്മൾ നേരെ ഇടുക്കിയിലോട്ട് പോയിട്ട് അതെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ലെത്തുമോ ഇത് എന്നാ അവിടെ ആണോ? അവിടെ എന്നാക്കുവാ? ഒന്നില്ലെന്നോ അമ്മക്ക് എന്തോ എനിക്ക് വേണ്ട. കള്ള എന്തോ ഇവിടെ കിടക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. എച്ചുവട്ടിക്ക് ആമിച്ചിരുന്നേ. ആമിച്ചേച്ചി ആദ്യം കിടന്നത്. ഇപ്പൊ എച്ചുവട്ടി കയറി അവിടെ സ്ഥലം പിടിച്ചു കേട്ടോ. ഇവിടെ വാവ വെച്ചോ. വിധി ഈ എക്സ്പ്രഷനൊക്കെ നോക്കി. അവിടെ വാച്ച് കിടത്തട്ടെ. കിടന്നു അവിടെ കിടന്നു. എന്തേ ഇങ്ങോട്ട് തന്നെ വാവ വെച്ച് ഉറങ്ങി. വാവോ വേറെ ആരുടെ സഹായം വേണ്ട കേട്ടോ എനിക്ക്. കേറിക്കാമേ. നമ്മൾ
നമ്മൾ പൊൻകുന്നം എത്തി കേട്ടോ, കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ. ഈ ഹോട്ടലിൻ്റെ ഒരു ചരിത്രമുണ്ട് കേട്ടോ എൻ്റെയും കുഞ്ചൂസിൻ്റെ ലൈഫിൽ. അമ്മക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ട്, ഈ ഹോട്ടൽ ഓർമ്മയില്ല, ടേബിൾ ഓർമ്മയുണ്ട്. ആ ടേബിൾ ഞാനും അമ്മയും ആമിച്ചനും അപ്പവും ടേബിൾ വായിച്ചില്ല. ഇല്ല, ഓർമ്മയില്ല. ഇവിടുന്നാ നമ്മൾ ആംബുലൻസെ കൊണ്ടുപോയത്. ഇവിടെ അന്ന് ആ ചെറുക്കൻ കൊച്ചിനെ അറിയാം നമ്മളെ. അന്ന് രാത്രി ആയതുകൊണ്ട് അറിയാതെ. ഈ ഹോട്ടലിൽ നിന്നാണ് അന്ന് കുഞ്ചൂസിന്റെ എല്ലാരും. ഇവിടുത്തെ ഓണറാണ് പുറകെ വന്ന് അന്ന് നമ്മൾ ഫുഡ് മേടിച്ചിട്ട്, നമ്മളന്ന് ഫുഡ് ഇവിടുന്ന് കഴിച്ചതിന്റെ പൈസ പോലും അവർ മേടിച്ചിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്ന് നിർബന്ധിച്ച് ഞാൻ അവർക്ക് ടിപ്പായിട്ട് കൊടുക്കുമായിരുന്നു ആ പൈസ കേട്ടോ. അതെ, ഇവിടുന്നാണ് അന്ന് ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു നമ്മുടെ ഓപ്പോസിറ്റ്, ഒരു ഡെന്റിസ്റ്റ് ആയിരുന്നു. അത് നിന്നെ പെട്ടെന്ന് ഓടി വന്ന് നോക്കി. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അന്ന് പ്രഗ്നന്റ് ആയിരുന്നു, ഇവള് വയറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്താണ് കാഞ്ഞിരപ്പള്ളി ആശുപത്രി. ഇവിടുന്ന് പെട്ടെന്ന് ആംബുലൻസിൽ അങ്ങോട്ട് കൊണ്ടുപോവാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ നല്ല നൈറ്റാണ് ഇവിടുന്ന് പോയത്. അന്ന് രാത്രി ആയതുകൊണ്ട് ഓർമ്മയില്ലാത്ത. അതെ അതെ, അവിടെയായിരുന്നു, ആ മൂലയ്ക്കായിരുന്നു കേട്ടോ, അവിടെയായിരുന്നു. പക്ഷെ അന്ന് ഇതുപോലത്തെ ടേബിൾ അല്ലായിരുന്നു. ആണോ? നീ ഫ്രൈഡ് റൈസ് കഴിച്ചോണ്ടിരുന്നോ? എന്നെ തിന്നെ ഒന്നും ചെറുത്ത് ഇച്ചിരി വാങ്ങാണിച്ചേ. ആ തിന്നോ അമ്മ? എന്നെ മോൻ തിന്നെ, എന്നെ തിന്നെ. നിക്കണം അവക്കൂടെ കുഞ്ചി കയറണം. കുഞ്ചിക്ക് കുഞ്ചി അവിടെ നിന്ന് ഒരു മാച്ചമില്ലേ ഒരെണ്ണം തന്നുള്ളൂ. ഒരെണ്ണം താ, കുഞ്ചു വല്ല വാങ്ങിച്ചു തന്നെ. കുഞ്ചു വല്ല ഒരെണ്ണം വാങ്ങിച്ചു തന്നെ. ആ ചിറ്റാമ്മ എന്തോ പറഞ്ഞേനോ, അങ്ങനെ എന്താണല്ലേ പറഞ്ഞേ? എന്തോ ചിറ്റാമ്മ പറഞ്ഞേനല്ലേ, എന്നെ എന്തോണ്ട് പറഞ്ഞേനല്ലേ? ആ ആ അന്നേരം പറയൂ കുഞ്ചു വണ്ടി എടുത്തു, എനിക്ക് ഇറ്റായി മേടിച്ചു വരുന്ന കുഞ്ചു ആണ്, ഒന്നും പറ്റല്ലേ. കുത്തട്ടെ അമ്മ. പൂച്ച എന്നാ പൂച്ച എഡിറ്റ് ചെയ്യുന്നു? പൂച്ച ഒരു കിടിലൻ ഷോർട്സ് എഡിറ്റ് ചെയ്തിട്ട് ഒരു റീല് കണ്ടിട്ട് അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ. തിന്നോ? ഇവിടെ മേടിച്ചാണത്? കാഞ്ഞിരപ്പള്ളി ലൂവിക്ക ഇന്നലെ ഇക്കാരെടുത്ത് പോയപ്പോ അക്കു പറിച്ചിട്ട്, പക്ഷെ അത് താഴെ കാണാല്ലോ. എച്ചിക്കൂട്ട തൂങ്ങിക്കിടക്കുന്ന മറ്റേ നമ്മള് തിരുവനന്തപുരത്തിലെ റിങ്സ് മറ്റേ പെണ്ണ് വണ്ണമുള്ളവള്. ഓ റിങ്സ് ഇപ്പൊ ഒരു സീരീസ് കാണുന്നില്ലേ, പവർ ഓഫ് റിങ്സ്. അതിനകത്ത് ആ വണ്ണമുള്ളവളില്ലേ, അവിടെ മുടിക്കാതിങ്ങനെ കിടക്കുന്ന കാട്ടിലുള്ള കാട്ടുവാസികള് പോലെ ഹാർഡ് ഫുഡ്സ് എന്ന് പറയും. അവരുടെ മുടി അവിടെ മുടി മാത്തിങ്ങാൻ പോലെ. പിന്നെ ആമച്ചി ഇത് എവിടെ? ആമച്ചി സ്ഥലം ഇതേതാ? സ്ഥലം
നിങ്ങളെ കുഞ്ഞുവിന്റെ അപ്പന്റെ തലമാണ്. അതെ, കുഞ്ചിനും അപ്പനും മാത്രമേ ഇങ്ങോട്ട് ഇപ്പൊ വരാൻ പറ്റത്തുള്ളൂ. കേസ് തന്ന് എച്ചുകൂട്ട ഈ സ്ഥലം അറിയാവോ? ഇല്ല. ഓ, അങ്ങനെ ഓർമ്മ കാണാനാ? 68 ദിവസം വന്നതാണ്. ഞാൻ ഇടുക്കി നോക്കിക്കേ, നല്ല രസമുള്ള നോക്കിക്കേ. എന്തോ ഇടുക്കി എന്നാ ആവിച്ച പിന്നെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ഇല്ല, ഒരു വയസ്സിലെങ്ങാണ്ട് വന്നായിരിക്കും. ഒരു വയസ്സ് ലാസ്റ്റ് വന്നത്. എന്നിട്ട് തിരിച്ചു വന്നപ്പോഴാണ് നമ്മൾ അവിടെ അതായത് ആശുപത്രി കയറി എന്താ വന്നത്. അതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല, സംഭവങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. കുട്ടിക്കാലം എത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ലച്ചൂട്ടിയുടെ ആദ്യത്തെ വരവും അവസാനത്തെ വരവും വന്നതന്നെയായിരുന്നു. പിന്നെ ഇനിയിപ്പോഴാ പോകുന്നത് കേട്ടോ. എന്റെ അറിഞ്ഞിട്ടില്ല. എന്നാ ചിന്നാണ് ഞാനാ രൂപിക്ക കടിച്ചേ. നമ്മുടെ ആമിച്ചനൊന്ന് വാള് വെച്ച് കയറ്റം അവക്ക് ചൊരുക്കി കേട്ടോ. ഒത്തിരി നാള് കൂടിയല്ലേ കാറിൽ വരുന്ന ഇങ്ങോട്ട്. അപ്പത്തേക്ക് ഒന്ന് ചൊരുക്കി, അപ്പൊ ഛർദിച്ച് അതാ ഇവിടെ നിർത്തി കേട്ടോ. ഇത്രയും ധൈര്യത്തിലൊക്കെ ഇവിടെ വന്ന് നിക്കുന്നേ. അല്ല, ഏറ്റവും കൂടി ഇവിടെ ഒന്നും വന്നിക്കത്തില്ല കേട്ടോ. വിശ്വാസം അതല്ലേ ഇല്ല, ഇവിടെ വിശ്വാസമുണ്ട്. കൊള്ളാടി, എനിക്ക് വിഷമൊന്നായിട്ടില്ല. അതെ, ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ അപകടമുള്ള ഏരിയ അല്ലേ. അതുകൊണ്ട് അതിനകത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. എന്താ അവിടെ നോക്ക്, താഴെ വീട്. ഇവിടെ എല്ലാം താഴെ എല്ലാം വീടുകളുണ്ടടി. ഇവിടെ അല്ല ഇങ്ങനെ ആ വഴിയുണ്ടല്ലോ, അതല്ലേ വഴി. അതുകൊണ്ട് ടാറിട്ട വഴി കണ്ടില്ല, അതുവഴിയൊക്കെ വഴിയുണ്ട്. അവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അവിടെ എവിടെയൊക്കെ. അയ്യ, നല്ല രസമുണ്ട് കേട്ടോ. ആ, അതൊക്കെ സ്കൂളൊക്കെ ആയിരിക്കും. ഇല്ല, അവള് വരുന്നില്ല. അവള് വരുന്നു, നീ വരുന്നുണ്ടോ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഓ, എന്നാടാ എന്നാ അത് ഒരുങ്ങ് ഇങ്ങോട്ട് വരാൻ പറ. അമ്മ എല്ലാരും കൂടെ വിളിച്ചിട്ട് അച്ഛൻ മാറി എടുത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് ക്രോസ് ചെയ്യുന്നത് എങ്ങാണ്ട് വണ്ടി കയറിയ അവരെല്ലാം കാണണം. ഉണ്ടോ? തിരിഞ്ഞിരിക്കാതെ പിണങ്ങിയെന്ന് തോന്നുന്നു. പിണങ്ങാതെ എച്ചൂട്ടിയും കൂടെ നിൽക്കാം. എച്ചൂട്ടിക്ക് പേടിയാ. ആ, അതും ചൊറിയുക. ഇതന്നെ എല്ലാം കൂടി ഇവിടെ വന്നിരിക്കുന്നേ. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നേ ആണോ? കൊള്ളാം. ഇപ്പൊ ഞങ്ങള് നോക്കാതെ പോയതാ വണ്ടി. അത് കൊള്ളാലോ. ഞങ്ങളിന്നലെ സർപ്രൈസ് ആയിട്ട് വരാൻ വേണ്ടി വിളിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു. ഞാൻ രാവിലെ ആശ്രമത്തിലൊക്കെ പോയതാടാ. വന്ന് എങ്ങനെ പിടിച്ചോണ്ട് ആ, പെട്ടെന്ന് കാണുന്നോണ്ടേ ചീവളും കിളിച്ച് ആമിയാണ്ടേ അച്ഛനെ അമ്പാടിയെ കാണുന്ന പറഞ്ഞ വന്നാ അമ്പാടിക്കോട്ടോ. അവിടെ നാളെ കർമ്മം തുടങ്ങുമല്ലേ? ആമിക്കൂട്ടൻ ഉടുപ്പിട്ടിട്ടില്ല കേട്ടോ, ഛർദിച്ചോണ്ട്. ഇത് സിന്ദൂരത്തിന് വലിപ്പം കുറഞ്ഞു പോയല്ലോ. അമ്പാടി ആ താഴെ നിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ചുമ്മാ നോക്കിയതാ, കാണത്തില്ലായിരുന്നു. ഒരു
അല്ല നമ്മള് വെറുതെ വാല ഇവിടെ വന്നിട്ടേ കാണാൻ പോവാൻ ദൈവം സമ്മതിച്ചില്ലല്ലോ. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടാണ് കേട്ടോ. നമ്മള് കണ്ടിട്ട് ഒരാഴ്ച പോലും ആയില്ല. വണ്ടി നമ്മക്കാണോ പുറകിലാണോ? അച്ഛന് ഇത്തിരി സൗന്ദര്യം വെച്ചല്ലേടി കുഞ്ചു? അച്ഛന് ഇത്തിരി സൗന്ദര്യം വെച്ചല്ലേടി? ഇവളെന്താ ലച്ചൂട്ടിയെ ഉറങ്ങാൻ കണ്ണടച്ചപ്പോഴല്ലേ അതാ ചെല്ലാനെ. ആരാ അത്? മേലോട്ട് നോക്കടാ. പിള്ളേർക്കല്ല അല്ലെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്കല്ല എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ബസ് കാര്യം. അപ്പൊ ഇവരെ അങ്ങോട്ട് വിടുകയാണ്. ഞങ്ങളല്ലേ ഇവരെ കാണാതെ പോകണ്ട വന്നേനായിരുന്നു. അതാ പറഞ്ഞു എല്ലാത്തിനും അതിന്റെ നമ്മള് അപ്പൊ ഇടുക്കിയിലൊക്കെ പോയിട്ട് തിരിച്ച് ചങ്ങനാശ്ശേരി എത്തിയിട്ട് ലച്ചുകുട്ടിക്ക് 1.25 1.5 വാക്സിൻ എടുത്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം കുഞ്ഞിനെ അതുവഴി എല്ലാവരും ഓടിച്ചുകൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കാലിന് പെയിൻ ആവും. 1.5 വയസ്സിന് ഭയങ്കര ഇതാണ്. അപ്പം എടുത്തിട്ട് വന്നിട്ടാണ് മരിയമ്മ അവിടെ നോക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് പറ്റിയ ആ ടെസ്റ്റ് ഉണ്ടായിരുന്നു 6 മാസം മുമ്പ് നമ്മൾ RCCയിൽ എടുത്ത ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് വന്നിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അമ്മ ആശാവർക്കർ ആയതുകൊണ്ട് അമ്മയ്ക്ക് ടെസ്റ്റ് എടുത്തിട്ട് ആ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ അതിന്റെ റിസൾട്ട് 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് വരും. 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ക്യാൻസർ സെല്ലിന്റെ ഒരു പ്രസൻസ് പണ്ട് കണ്ടപോലെ ഒരു ഡൗട്ട്. അപ്പം അത് കാരണം 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അത് ഇപ്പൊ 6 മാസം കറക്റ്റ് ഇപ്പൊ ചെയ്തിട്ട് ഇപ്പോൾ വന്ന അമ്മയും പുറത്തിരിക്കുന്നു, ചിറ്റാമ്മയും അപ്പുറത്തുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു യാത്ര നമ്മള് പ്രതീക്ഷ പോലെയൊന്നും അല്ല പോയി നിന്നത്. അത് നമ്മൾ ചാച്ചനെ കാണാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ച് നമ്മൾ അവിടെ ചെല്ലുന്നോടം വരെ അത് മൊത്തമായിട്ട് പറയാം. നമ്മൾ നിങ്ങൾ കണ്ട അമ്പിളിച്ചേച്ചിയിൽ അവിടെ വരെയാണെന്ന് തോന്നുന്നു അവിടെ വരെയാണ് കണ്ടേക്കുന്നത്. അപ്പം അതിനുശേഷം ഞങ്ങൾ കാഞ്ചിയാർ അവിടെ അമ്പിളിച്ചേച്ചിയുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളു കാഞ്ചിയാർക്ക്. ലബക്കട കാഞ്ചിയാർ 5 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളു അമ്പിളിച്ചേച്ചി സ്വരാജും കാഞ്ചിയാറും തമ്മിൽ. അപ്പോൾ അവിടെ ചെന്നു. ഞാൻ കുഞ്ഞുങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ അങ്ങോട്ട് ഞാൻ എപ്പോൾ പോയാലും കുറച്ച് ബേക്കറിയൊക്കെ, വെല്ലുമച്ചി ഷുഗർ ആയതുകൊണ്ട് വെല്ലുമച്ചി മധുരം ഇല്ലാത്തൊക്കെ തിന്നുള്ളൂ. അപ്പം ആ ടൈപ്പ് കിട്ടുന്ന അതെല്ലാം അവിടെ ബേക്കറിയിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ഞാൻ ബേക്കറിയിലോട്ട്, അപ്പോൾ കറണ്ട് പോയി കേട്ടോ, അതാണ് കട്ടായി പോയത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു ബേക്കറിയിലോട്ട് ഇറങ്ങി. അതിനുശേഷം അപ്പോൾ ഞാൻ ബേക്കറിയിലോട്ട് പോകുന്നതിന് ഇപ്പോൾ ഒരു മിനിറ്റ് മുമ്പ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡ്രൈവിലായതുകൊണ്ട് എടുത്തില്ല. കുഞ്ഞുങ്ങൾ അന്നേരം വഴക്കുവാ. വിശന്നിട്ടാണ് ആമിയാണെങ്കിലും ലച്ചുവാണെങ്കിലും നല്ല വഴക്കാം. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് പോകാം, ചാച്ചിൻ്റെ അടുത്ത് അതുപോലെ എന്തെങ്കിലും മേടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് ഓർത്ത് ബേക്കറിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ തിരിച്ച് വിളിച്ചു. പുറത്തിറങ്ങി ഇവളുമായി കാഴ്ചയിലാണ്, നമുക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നില്ല, ചേച്ചി അടുത്ത് പറയുന്നില്ല. തലേദിവസം വിളിച്ചിട്ട് ചേച്ചി വിളിച്ചിട്ട് കിട്ടിയില്ല. ചേച്ചി തിരിച്ച് വിളിച്ചപ്പോൾ എൻ്റെ ഫോൺ അപ്ഡേറ്റിൽ ഞാൻ വെച്ചിട്ട് അപ്ഡേഷനിലായതുകൊണ്ട് എന്നെ ചേച്ചിക്കും വിളിച്ചിട്ട് കിട്ടിയില്ല. ഇവളുടെ ഫോണും ആ സമയം അപ്ഡേഷനിൽ ഞാൻ വെച്ചേക്കുവായിരുന്നു. അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ അതിന് മുമ്പ് വിളിച്ചിട്ട് ചേച്ചിയും കിട്ടിയില്ല. അപ്പോൾ അവിടോട്ട് ചെന്നപ്പോഴത്തേക്കും ചേച്ചി വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എവിടെയാ അപ്പോൾ എന്നാന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയല്ലോ, കാഞ്ചിയാർ എത്തി, ഇപ്പം അങ്ങോട്ട് വരും. എന്തായാലും അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചാച്ചിന് സന്തോഷമാവും, എല്ലാവർക്കും സന്തോഷമാവും, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാമല്ലോ. അപ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്കും ചേച്ചി ഇങ്ങോട്ട് കാര്യമാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി കാര്യം എന്നാണ്. ചാച്ചൻ പോയടാന്ന് പറഞ്ഞു. നമ്മൾ ടോട്ടലി ബ്ലാങ്ക് ആയിപ്പോയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറ്റാത്തൊരവസ്ഥയിലായി. കാരണം ചാച്ചനെ കാണാനായിട്ട് ഇത്രയും ആഗ്രഹിച്ച് ചിറ്റാമ്മി പറ്റത്തില്ലാനായിട്ടും ചിറ്റാമ്മ ഇവിടുന്ന് അവിടോട്ട് വന്നു. എല്ലാവരുമായിട്ട് അവിടെ സന്തോഷം. ചാച്ചനെ കണ്ട് 2 ദിവസം മുമ്പാണെങ്കിലും വീഡിയോ കോൾ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചേച്ചിയോട് ഞാൻ പറഞ്ഞു വീഡിയോ കോൾ ആമിക്കും ലച്ചോട്ടനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ചാച്ചനെന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്കും ചാച്ചൻ ആമീന്ന് വിളിച്ചു. അത്ര ഇതായിട്ട് മനസ്സിലാവില്ല, പക്ഷെ ആമീന്ന് വിളിച്ചു. അപ്പം ഭയങ്കര സന്തോഷം, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയോ. എല്ലാവരും ഓക്കെ. അച്ഛനെ എടുത്തുകൊണ്ട് ഞാൻ വീഡിയോ കോൾ കാണിച്ചു, ചിറ്റാമ്മ എടുത്തുകൊണ്ട് കാണിച്ചു, അമ്മയുടെ എടുത്തുകൊണ്ട് കാണിച്ചു. എല്ലാവരെയും കണ്ട് ചാച്ചൻ വയ്യ ചാച്ചൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാറും കേട്ടോ എന്നൊക്കെ ചിറ്റാമ്മയൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്, കണ്ണിങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു പ്രതീക്ഷ നമ്മൾ ചെല്ലുമ്പോഴും അതേപോലെ തന്നെ ഇരിക്കും, അത്ര ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി മുന്നോട്ട് തിരിച്ചു വരും, ഫിസിയോയിലൂടെ തിരിച്ചു വരും എന്നുള്ളൊരു വിശ്വാസത്തിൽ എല്ലാവരും ഇരുന്നു. അവിടെ ചെന്ന് മൊത്തത്തിൽ ബ്ലാങ്ക് ആയിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. കാരണം നമ്മൾ അത്രയും കാണാൻ ആഗ്രഹിച്ച് അവിടെ ചെന്ന് ഞാൻ ജനിച്ച മണ്ണിൽ തന്നെ ചാച്ചൻ അന്നേരം ആ സമയം ഞാൻ എത്തിയ ആ സമയത്ത്
മരിച്ചെന്ന് അറിയുമ്പോഴത്തേക്കും, അതായത് 10 മിനിറ്റ് മുമ്പ് നമ്മൾ പോയത് ചിറ്റാമ്മയായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് നിർത്തിയേ പോകാൻ പറ്റുള്ളൂ. ഏകദേശം 3 മണിക്കൂർ കൊണ്ട് പോകണം. നമ്മൾ 5 മണിക്കൂർ എടുത്തിട്ടാണ് അവിടെ ചെല്ലുന്നത്. നമ്മൾ രാവിലെ 6:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി, 7 മണി ആയപ്പോഴത്തേക്കും എല്ലാവരും ഇറങ്ങി ഉച്ചയ്ക്കൊക്കെ ഇപ്പുറം ചെല്ലണം എന്നുള്ള രീതിക്കാണ് ചെന്നത്. പക്ഷെ ഉച്ചയായി നമ്മൾ ചെന്നപ്പോഴത്തേക്കും. അപ്പോൾ ഇടയ്ക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുത്തൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ചിറ്റാമ്മയായിട്ട് നല്ല, അതായത് അത്ര സ്ലോ ആയിട്ട് വളവൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും കെയർ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അമ്മയ്ക്കും ഇയർ ബാലൻസിന്റെ പ്രശ്നമുണ്ട്, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് ആവശ്യമാണെങ്കിലും ഛർദിയും കാര്യങ്ങളും. പിന്നെ നമ്മൾ അവിടെ സ്വരാജ് ചെന്നപ്പോൾ അമ്മ ചേച്ചി കറക്റ്റ് സമയത്ത് കണ്ട് കുറച്ച് നേരം അവരുടെ അടുത്ത് സംസാരിച്ചിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ബസ്സിൽ അങ്ങോട്ട് ചേച്ചിയുടെ വീട്ടിലോട്ട്, അതായത് അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ മരിച്ചില്ലായിരുന്നു. അപ്പോൾ അവരുടെ കർമ്മം തുടങ്ങുമായിരുന്നു. അപ്പം അങ്ങോട്ട് പോവാം. അപ്പം അവർക്ക് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സാധനമൊക്കെ മേടിച്ച് കൊടുത്ത് അവർക്ക് അങ്ങോട്ട് വണ്ടിക്ക് കയറി പോകാനായിട്ടും ഒക്കെ ഉള്ളതൊക്കെ അവിടെ നിന്നും കുറച്ച് നേരം ഞാൻ സംസാരിച്ച് ചെയ്തിട്ട് അവർ അന്ന് ചേച്ചി പറഞ്ഞു, എന്നാൽ നീ പെട്ടെന്ന് പൊക്കോ, ചാച്ചൻ്റെ അടുത്തോട്ട് തന്നെ പെട്ടെന്ന് പൊക്കോ, ഞങ്ങൾ ഒരു 10 മിനിറ്റ് കൂടെ നിന്നാൽ ബസ് കിട്ടും, നീ പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ചേച്ചിയുടെ യാത്രയായത്, നമ്മൾ ചേച്ചിയുടെ അടുത്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അവിടെ ഞാൻ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാച്ചൻ നമ്മളെ വിട്ട് എല്ലാവരെയും വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം വെല്ലുമിച്ച് അടുത്തിരിക്കുമായിരുന്നു ആ ഒരു സമയം. വെല്ലുമിച്ച് തൂത്തോണ്ടിരുന്ന സമയത്താണ് അത് ചേച്ചി വന്ന് നോക്കിയപ്പോഴത്തേക്കും ശ്വാസം ഇല്ലാണ്ടായി. പക്ഷേ നമുക്ക് ഒരു 10 മിനിറ്റ് കൂടെ ദൈവം സമയം തന്നില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ഭയങ്കര തീരാ വിഷമമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മാറി. പക്ഷേ ഒരു ദൈവാനുഗ്രഹം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായി. അല്ലെങ്കിൽ ചാച്ചൻ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഓടി എനിക്ക് അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോകുന്നതൊക്കെ ഒരിക്കലും പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നമുക്ക് എനിക്ക് എന്താന്ന് പറയത്തില്ല, ആ ഒരു സിറ്റുവേഷൻ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. നമ്മളെ പ്രിയപ്പെട്ട ഒരാൾ, നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ വിട്ടു പോകുമ്പോൾ ഒരു ഇമോഷൻ എന്നാണെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ പൊട്ടി അങ്ങനെ ഓവറായിട്ട് കരയുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ എനിക്ക് ചില നിമിഷങ്ങൾ താങ്ങാനാകാതെ അങ്ങനെ പോയിട്ടുള്ളൂ. എപ്പോഴും നമുക്ക് പ്രായമായ ചാച്ചന് അധികം ഒത്തിരി നരയിപ്പിക്കില്ല, ചാച്ചനെ കിടത്തി അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അതെല്ലാം മനുഷ്യർക്കുള്ളതാണ്. കാരണം നമ്മൾ ആരും ഒത്തിരി നരയിച്ചൊരിക്കലും ഒരാൾക്ക് വേറൊരാൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല, എല്ലാവരും നോക്കും. പക്ഷേ നമ്മുടെ മനസ്സിലൊരിതുണ്ടല്ലോ. അപ്പോൾ ചാച്ചൻ അതുപോലെ നടന്നിരുന്ന ഒരാളാണ്. ചാച്ചൻ്റെ നഖം ഇന്നലെ ഞങ്ങൾ കുളിപ്പിച്ച് ഞങ്ങൾ തുടയ്ക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ. അപ്പം ആ സമയത്ത് ചാച്ചൻ്റെ നഖമൊക്കെ കാണണം, പോളിഷ് ചെയ്ത് വെച്ചേക്കുമ്പോൾ അത്രയും ഭംഗിയായിട്ട് ചാച്ചൻ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഒരാളുടെയും സഹായം ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് കിടപ്പിലായി പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം ദൈവം ഒത്തിരി വേദന തിരിച്ചു, നല്ല വേദന തിന്നാണ് ഈ ഒരു 7 ദിവസം ചാച്ചൻ കഴിഞ്ഞത്. കാരണം ഒരു സൈഡ് കടന്നു പോയിരുന്നു, ട്യൂബിലൂടെയാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്, യൂറിൻ പോണയിൽ ട്യൂബ്, അങ്ങനെയൊക്കെ ഒരുപാട് വിഷമം ഒത്തിരി വേദനകളൊക്കെ സഹിച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട്. അപ്പൊ ഞങ്ങള് അവിടെ എത്തി. ശ്വാസമുട്ടൽ കാരണമാണ് കേട്ടോ. ശ്വാസമുട്ടൽ ഓൾറെഡി ചാച്ചന് വർഷങ്ങളായിട്ടുള്ള അസുഖം കാരണമാണ് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചത്. അല്ലാതെ അസുഖം സ്ട്രോക്കിന്റെ ആയിട്ടുള്ള രീതിക്കൊന്നും വന്ന് പെട്ടെന്ന് സംഭവിച്ചല്ല, ശ്വാസം വിട്ടാൽ പെട്ടെന്ന് ഇതായിപ്പോയി. ഞങ്ങള് പിന്നെ അവിടെ ചെന്നു. അപ്പം കുഞ്ഞുങ്ങൾക്ക് അന്നേരം മേടിച്ചു കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുത്തു. അവിടെ അന്നേരം നമ്മൾ അവിടുന്ന് ഇറങ്ങി അങ്ങ് പോരുമായിരുന്നു കേട്ടോ ചെയ്തത്. കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ നമുക്ക് അവര് അത്രയും ട്രാവൽ ചെയ്ത് ആമി ഛർദ്ദിച്ച് ഇതായി. അല്ല അവരെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടവരും ആ ഒരു സിറ്റുവേഷനാണ്. ചിറ്റാമിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പെട്ടെന്ന് പോകാൻ പറ്റും. അപ്പോൾ ചിറ്റാമിക്കും ചോറ് മേടിച്ചു കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നു. ഒരു 10 മിനിറ്റ് ചാച്ചൻ മരിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമുക്ക് അവിടെ വീട്ടിലോട്ട് ചെല്ലാനാണ് 10 ആ ഒരു കഴിക്കാനെടുത്ത ആ ഒരു സമയം 10-20 മിനിറ്റിനുള്ളിൽ. അതായത് ചാച്ചൻ 12 മണിയോട് കൂടിയാണ് മരിച്ചത്. നമ്മൾ 12:20 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ വീട്ടിൽ എത്തി. അപ്പം ചാച്ചനെ കണ്ടു. ചാച്ചൻ അവിടെ കയറി ചെന്ന് നമുക്ക് ആമി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആമിച്ച പറഞ്ഞ് ചാച്ചനെ കാണാൻ അവരറിയുന്നില്ല, ആമിയൊന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ ചാച്ചനെ കാണാൻ എന്നോട് അച്ഛ പറഞ്ഞു അപ്പൂമ്മൻ ആദ്യം പൊക്കും, അപ്പോഴത്തേക്കും നമ്മൾ സാധനമൊക്കെ എടുത്തിട്ട് വരാം. ആമി എടുത്തു വായിക്കാം, ഞാനും ചാച്ചനെ കാണാം, ചാച്ചനെ കാണാമെന്ന് ആമി പറഞ്ഞുകൊണ്ടിരിക്കുമോ. അതൊക്കെ അങ്ങോട്ട് ചെന്നു. നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. മാക്സിമം ഞാൻ കരയാറൊക്കെ ഒത്തിരി നേരം പിടിച്ചിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും വന്നും എല്ലാവരും ലാലാജിയുടെ മുന്നിൽ എന്നെ എല്ലാവരും അങ്ങനെയാണ് കാണുന്നത്. ഞാൻ അവിടെ അങ്ങനെ നിന്നിട്ടില്ലല്ലോ. അവിടെ അമ്മുവാണ് നിന്നിട്ടുള്ളത് കൂടുതൽ. പിന്നെ അതേപോലെ അനീഷേട്ടയാണ്. അവർ രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ അവിടെ നിന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അവരെയാണ് അറിയാവുന്നത്. എന്നെ അങ്ങനെ കൂടുതൽ ഞാൻ ഇടയ്ക്ക് പോകും പോകും അങ്ങനെയുള്ളൊരു അവിടെ ചെല്ലുമ്പോൾ നാട്ടുകാരെ ആരെയും കാണുന്നില്ലല്ലോ, എല്ലാവരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പോഴത്തേക്ക് എന്നെ എല്ലാവരും കണ്ടു, പരിചയപ്പെട്ടു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ലാലാജിയുടെ മോനെ ലാലാജിന്ന് എന്നെ വിളിച്ചത് കേട്ടോ പലരും. അത് അവിടെ എല്ലാവരെയും കണ്ടു. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളെല്ലാവരും ചാച്ചനെ കണ്ടു. ചിറ്റാമ്മയ്ക്കാണേലും വല്ലാത്തൊരു ഷോക്കായിരുന്നു. കാരണം നമുക്ക് കണ്ടിട്ട് ചിറ്റാമ്മയുടെ പുറകെ നമ്മൾ നോക്കി നടക്കുമായിരുന്നു. കാരണം ചിറ്റാമ്മ പെട്ടെന്നൊരു ടെൻഷനായി. കാരണം നമ്മളിവിടുന്ന് ജീവനോടെ കാണാൻ പോയ ഒരാൾ പെട്ടെന്ന് മരിച്ചു പോയപ്പോൾ നമ്മൾ എത്ര സന്തോഷത്തോടെയാണ് പോവുക. അങ്ങോട്ട് പോയെന്ന് നമ്മുടെ റീൽസൊക്കെ കാണാൻ മനസ്സിലാവും. നമ്മൾ ആ ഡ്രൈവ് ചെയ്യുന്ന റീൽസൊക്കെ നമ്മൾ അങ്ങോട്ട് പോവുക, ചാച്ചനെ കാണാൻ വേണ്ടി പോവുക. അപ്പോൾ നമ്മൾ 2-3 ഷോർട്സ് കൂടെയൊക്കെ എടുത്തു വെച്ചിരുന്നു. അതൊന്നും നമ്മൾ പോസ്റ്റ് ചെയ്തില്ല. നമുക്ക് യൂട്യൂബിൽ കയറാനോ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാനായിട്ടോ യൂട്യൂബിൽ കയറാനോ ഒന്നും നമുക്ക് അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ഫോൺ വണ്ടിക്കകത്തായിരുന്നു. നമുക്ക് അതിന് ശേഷം കോള് കടയിലോട്ട് വിളിക്കാനായിട്ടൊക്കെ മാത്രമേ ഫോൺ നമ്മുടെ കയ്യിലോട്ട് എടുത്തിട്ടുള്ളൂ. ആവശ്യം നമ്മൾ അതിനൊരു സാഹചര്യം അല്ലായിരുന്നു നമ്മൾ
പിന്നെ തക്കുട്, അതായത് ആ സമയത്ത് കറക്റ്റ് അനീഷയുടെ നമ്മുടെ അനീഷയുടെ കുഞ്ഞ് ചാച്ചൻ മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ ഇവിടെ ചേച്ചിയുടെ അടുത്ത് എത്തിച്ചേക്കുമായിരുന്നു കുഞ്ഞിനെ. അതെ. അപ്പം ചേട്ടായി രാവിലെ കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടിയിട്ട് കോട്ടയം വന്നേക്കുമായിരുന്നു. ചേട്ടായി തിരിച്ചു വരുന്ന വഴിക്കാണ് ചാച്ചൻ പെട്ടെന്ന് ചേട്ടായും ഇല്ലായിരുന്നു അവിടെ ഉള്ളായിരുന്നു. അപ്പം ചേട്ടായും പെട്ടെന്ന് ധൃതി പിടിച്ച് ഉപ്പാറെ വന്ന് കുഞ്ഞിന് ഇത്തിരി ഫുഡൊക്കെ അവനും അവിടുന്ന് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവനും ഫുഡ് മേടിച്ചു കൊടുത്ത് ചേട്ടായും അങ്ങോട്ട് ഓടി വന്നപ്പോഴത്തേക്കും തക്കുടു കയറി വന്നു. തക്കുടു അങ്ങനെ ഞങ്ങൾ അവനെ വിളിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ചെറുക്കം വെച്ചാൽ അവിടുത്തെ. അപ്പോൾ അവന് തക്കുടു എന്ന് വിളിച്ചു. അവൻ ചാച്ചന്റെ പൊന്നോമനെയാണ്. അവനെ കാണാതിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് ചാച്ചനെ വെല്ലുമിച്ച് അങ്ങോട്ട് അതുകൊണ്ടാണ് ചാച്ചനെ വെല്ലുമിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പെട്ടെന്ന് പോകുന്നത്. ഇവിടെ വന്നിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അവന്മാരെ കാണാതിരിക്കാൻ പറ്റൂല. അപ്പൊ തക്കുടു ചാച്ചനെ കാണാൻ വേണ്ടി വരുന്നതല്ലേ അവിടുന്ന്. അവൻ വന്നു, കട്ടിലിന്റെ സൈഡിൽ നിന്നു, ചാച്ചന്റെ അടുത്തോട്ട് പോയി. അവൻ ചാച്ചനെ നോക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കും എന്റെ കണ്ണുകൾ പോയി. കാരണം അവനെ അങ്ങനെ എടുത്തുകൊണ്ട് നടന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. കാരണം എന്നെ എങ്ങനെ കുഞ്ഞിലെ എങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു അതുപോലെയാണ് തക്കുടൂരിനെ നോക്കുന്നത്. എനിക്ക് പല സമയത്തും അങ്ങനെ ഞാൻ അവിടെ 1ാം ക്ലാസ് വരെ ഞാൻ അവിടെയാണ് നിന്നത്. അപ്പോൾ കുറേ മെമ്മറീസ് ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് ചാച്ചനെ കുറിച്ച് ആ സമയത്ത്. പിന്നീട് എന്റെ കൂടെ നിന്നത് ഇവിടെ വന്നിട്ടാണ് നിന്നത്. അപ്പം വന്നു അങ്ങ് പോയി നിൽക്കുമായിരുന്നു അങ്ങനെ. അപ്പം തക്കുടു എടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാവരും കരച്ചിലാണ്. അവിടെ എല്ലാവരും ഉണ്ട്, ചാച്ചന്റെ വീട്ടുകാരും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഭയങ്കര വിഷമത്തിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ കരയാതിരിക്കാൻ മാക്സിമം ഒരാളുടെ മുന്നിൽ കരയാന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര പാടാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര പാടാണ്. നമ്മൾ വിഷമിക്കുമ്പോഴത്തേക്ക് വെല്ലുമിച്ച് ഭയങ്കരമായിട്ട് തളർന്നു പോകും. അപ്പം നമ്മൾ വെല്ലുമിച്ച് എടുത്ത് തന്നെ ഇരിക്കുക, അതൊക്കെ നമുക്ക് സപ്പോർട്ട് ആ സമയം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അവൻ തക്കുടു വന്നപ്പോഴത്തേക്കും എൻ്റെ ഫുൾ കൺട്രോൾ പോയി. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു പോയി. അനീഷേട്ടായി ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്ക്. അനീഷേട്ടായി വന്നപ്പോൾ തൊട്ടേ കരച്ചിലാണ്. കണ്ടിന്യൂസ്ലി അടുക്കുന്ന ആ ഒരു ടൈം വരെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോയിരുന്നോടെ വരെ അനീഷയുടെ കരച്ചിലാണ്. അപ്പം നമുക്ക് ചില മെമ്മറീസ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ചാച്ചന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലോട്ട് നമ്മുടെ അടുത്ത് എന്നെ വിളിച്ചില്ലെങ്കിൽ ഇവിടെ വിളിക്കും. ഞാൻ വിളിച്ചിട്ട് എല്ലാ കാര്യം അന്വേഷിക്കുന്ന കൂടുതൽ ഞാനായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ചാച്ചൻ ഇങ്ങോട്ട് വിളിക്കുന്നത് തന്നെ. കാരണം അപ്പനെ ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടത്തില്ല. എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് അപ്പനെ വിളിച്ചിട്ട്. കാരണം ഈ യൂട്യൂബിൽ നമ്പർ പോയി പിന്നെ എപ്പോഴും കണ്ടിന്യൂസ്ലി കോൾ വരുമ്പോൾ നമുക്ക് എപ്പോഴും നോക്കാനായിട്ട് ടൈമില്ല. പിന്നെ ഡ്രൈവിംഗിലായിരിക്കും എപ്പോഴും, പിന്നെ കടയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അപ്പം നമുക്കൊക്കെ ആണെങ്കിലും എനിക്കാണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് എനിക്ക് ചാച്ചനെ പരിചയമില്ല, ചാച്ചനായിട്ടുള്ള ഓർമ്മയില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ വന്ന് നിന്ന് അത്രയും കാലം, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഞാൻ ചാച്ചനെ കണ്ട നാളോട്ട് എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുടെ ഓർമ്മയില്ല. അതുപോലെ തന്നെ ചിറ്റാമ്മയ്ക്കും അമ്മയ്ക്കും അച്ഛയ്ക്കൊക്കെ ആണെങ്കിലും അവർക്ക് എല്ലാവർക്കും അവർ അച്ഛനമ്മ എന്നുള്ള രീതി തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ എല്ലാവർക്കും ചിറ്റാമ്മയോടൊപ്പം തന്നെയാണ് അവർ രണ്ടുപേരും ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് ഭയങ്കര ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സങ്കടമായിരുന്നു. പക്ഷേ എന്നാലും ഒത്തിരി കടത്താതെ ഇത് നല്ല രീതിയിൽ മരണം കൊടുത്തതിൽ ദൈവത്തിന് ഇതുണ്ട്. ഇനി ആത്മാവിനെല്ലാം നിർത്തി ഞങ്ങളുടെ ചാച്ചൻ്റെ ബോഡി കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ ഞങ്ങൾ പറയാം നല്ല പ്രസാദത്തോടുകൂടിയാണ് ആണെങ്കിലും മുഖമൊക്കെ ആണെങ്കിൽ ഇരിക്കുന്നത്. മിനിയമ്മ അല്ലേ, മിനിയമ്മ ഇവരെ തന്നെ ബന്ധു. അപ്പം മിനിയമ്മ മരിക്കുന്നതിന് മുന്നേ ഷേവ് ഒക്കെ ചെയ്ത് മിനിയമ്മ പ്രായമായിട്ടുള്ളവരെയൊക്കെ നോക്കുന്ന. അപ്പം വന്ന് കണ്ടാണ്. അപ്പം മനസ്സിലായി മരിക്കാൻ പോവാന്ന് മനസ്സിലായി. അപ്പം ഷേവ് ക്ലീൻ ഷേവ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അതായത് നല്ല ഒരു പുഞ്ചിരിയോടെയാണ് എന്റെ ചാച്ചന്റെ മുഖം ഇരുന്നത്. നല്ല വൃത്തിയായിട്ട്, അതായത് പ്രത്യേകിച്ച് ആതിര ചേച്ചിയോടും വെല്ലുമിച്ചോടും അനീഷേട്ടയോടും ഒരുപാട് നന്ദി പറയാനായിട്ടുണ്ട്. കാരണം അവർ ആ ഒരു അവസാനത്തെ ആ ഒരാഴ്ച അത്രയും ചാച്ചൻ അത്രയും വൃത്തി, ഞാൻ പറഞ്ഞല്ലോ വൃത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രതീകമാണ് ചാച്ചൻ സത്യം പറഞ്ഞാൽ. അപ്പൊ ആ ചാച്ചനെ അങ്ങനെ തന്നെ ആ കിടന്നു പോയിട്ടും അതേപോലെ വൃത്തിയാക്കി തന്നെ അത്രയും ദിവസം പരിപാലിച്ചു. അപ്പോൾ അത് ഞങ്ങളെല്ലാവരുടെയാണ് തുടച്ചെടുത്തത്. അപ്പോൾ ആ സമയം നമുക്ക് മനസ്സിലാവും എത്ര വൃത്തിയായിട്ടാണ് അവർ നോക്കിയെന്നുള്ളത്. അപ്പം ആതിര ചേച്ചിക്ക് പ്രത്യേകിച്ച് അന്യ വീട്ടിൽ നിന്ന് കയറി വന്ന് ആ വീട്ടിൽ വിളക്കായിട്ട് നിൽക്കുന്ന ഒരാളാണ് ആതിര ചേച്ചി. അപ്പൊ ആതിര ചേച്ചി ആ ചാച്ചനെ അവസാനം അത്രയും നോക്കിയതിൽ ഒരുപാട് ഇതുണ്ട്, ഒരുപാട് നന്ദി കാര്യങ്ങൾ. അതെ. അപ്പം നമ്മള് ഇവിടുന്ന് ഇരുവേക്കറി പോയി ഇനിയിപ്പം ഫിസിയോ ചെയ്ത് നേരെ ആവുന്നുള്ള പ്രതീക്ഷയായിരുന്നു നമുക്ക് ഇവിടെ. നമ്മൾ ഈ വാടക വീട് മാറി നടക്കുന്നതുകൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അമ്മ ഓക്കെയാണ്. അമ്മ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞാണ്, ഞാൻ ചാച്ചൻ ഇവിടെ മെഡിക്കൽ കോളേജ് സ്ട്രോക്ക് വന്നപ്പോഴത്തേക്കും മോനെ അമ്മയ്ക്ക് കാലിൻ്റെ ഒന്ന് ഓക്കെ ആവുമായിരുന്നെങ്കിൽ അമ്മ ഇവിടെ കൊണ്ട് നോക്കിയേനെ. അപ്പം ഇവിടെ നമുക്ക് അതെ അമ്മ നോക്കിയാൽ നമുക്കിപ്പോൾ എന്തോ ചെയ്യും, നമ്മൾ എന്നാ ചെയ്യുന്നത്. അമ്മയ്ക്ക് കാലിന് നോക്കിയാണ് അമ്മ നമ്മളിവിടെ വന്ന് നോക്കിയാണ്. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു സാഹചര്യമല്ല. നമ്മുടെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ വീട് പണിതിട്ട് അവർക്ക് ചാച്ചനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും അവർക്ക് വേണ്ടി ഒരു റൂം പണിയണമെന്ന്. അപ്പോൾ അത് ഇപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിഷമമായിട്ട് കിടക്കുന്ന ഒരു കാര്യം അതാണ് കേട്ടോ. അവർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അവിടുന്ന് പോന്നപ്പോഴും ഞാൻ അവിടുന്ന് പോന്നപ്പോൾ ചാച്ചൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ചാച്ച അടുത്ത് ഉടനെ പോരത്തില്ല, അങ്ങോട്ട് തിരിച്ചു പോരത്തില്ല എന്ന് ഞാൻ ചോദിച്ചു. അത് ഇനി നീ അവിടെ വീട് വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി റൂം പണിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ കേസിന്റെ ഇതിനെ പോയപ്പോൾ അപ്പൊ ചാച്ചന് പേടിയാണ്. അന്നേരം ചാച്ചൻ ഇങ്ങനെ പേടിച്ച് ചേച്ചി വിളിച്ച് എപ്പോഴും പറയാം. അതായത് ഈ സ്ട്രോക്ക് ഒക്കെ വരുന്നതിന് മുന്നേ തൊട്ടേ ചാച്ചന് സ്ട്രോക്ക് വരുന്നത് തന്നെ കാരണം ഭയങ്കര ടെൻഷൻ ഓവർ, ഭയങ്കര പ്രായമാകുമ്പോഴാണ് നമുക്കിപ്പോൾ അതിൽ വരത്തുള്ളൂ.
ചാച്ചന്റെ പെങ്ങും ശ്യാമളയമ്മ ഇളയതാണ്, ശ്യാമളയമ്മ മരിച്ചു. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ബന്ധുക്കാർ അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പോയില്ലേ, വെല്ലുമ്മച്ചിയുടെ ചേച്ചി മരിച്ചു. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും ചാച്ചന് ഭയങ്കര ടെൻഷൻ. എന്റെ പക്ഷെ നമുക്ക് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ കടയിലോട് സ്കൂട്ടിയിൽ പോകുമ്പോൾ ഞാൻ കുഞ്ഞിനോട് ചാച്ച മരിച്ചത് നമുക്ക് അങ്ങനെ ഒരു ഇതിലോട്ട് നമ്മളൊരു സിറ്റുവേഷനോട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇതുവരെ സത്യം പറഞ്ഞാൽ ആയിട്ടില്ല. ചാച്ചനുണ്ട്, എവിടെയോ ഉണ്ട്. നമ്മളെ വിളിക്കുമ്പോ അപ്പുവേ എന്നാടാ വിളിക്കാത്തെ, നിന്നെ വിളിച്ചതിനാടാ കിട്ടാത്തെ, കേസിന്റെ കാര്യം എന്നായി, ഇതാ ആദ്യം ചോദിക്കുന്നേ, എപ്പോഴാ വരുന്ന നീ? അമ്മ ഇവിടെ ഉണ്ട്, അമ്മയുടെ കൊടുക്കാം, ഇതാ അപ്പുവാ. ഇതാണ് സംസാരം. ഇത്രയും സംസാരിക്കുക. പിന്നെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങളോട് സംസാരിക്കും. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പം സ്കിന്ന് നമ്മുടെ കടയുടെ ഉദ്ഘാടനത്തിന് വന്ന് സ്കിന്നിൽ ഒരു ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ട്. ഈ അവിടെ ഡ്രൈ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് പൊട്ടുന്നുണ്ട്. അപ്പം കാണിക്കാതെ വെച്ചിട്ട് ഇത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ ഇങ്ങനെ, ഫംഗൽ അല്ല പക്ഷേ ആ ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊട്ടുന്ന ഭയങ്കരമായിട്ട് റൗണ്ട്, പക്ഷേ ഭയങ്കര ചോർച്ചില്ല, നെറ്റിയല്ല. ഞാൻ ഓൾറെഡി നേരത്തെ ഒന്ന് കാണിച്ചിരുന്നത് ഇവിടെ NSS. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ കടയുടെ ഉദ്ഘാടനത്തിന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞു നമുക്ക് എന്നാൽ കയറി ആശുപത്രിയിൽ പോയിട്ട് കാണിച്ചിട്ട് ഇവര് തിരിച്ചു പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞു അടുത്ത ദിവസം കേസുണ്ട്, അപ്പം നമ്മൾ കൊണ്ടുവിടാം. എന്നിട്ട് അങ്ങനെ നമ്മൾ കൊണ്ടുവിട്ടെ. അപ്പം ഞാൻ അവിടെ NSS കൊണ്ടുപോയി, അവിടെ പോയി ട്രീറ്റ്മെന്റ്. അപ്പം ഡോക്ടർക്ക് അറിയാം, നല്ലൊരു ഡോക്ടറാണ്. അപ്പം എല്ലാ ആഴ്ചയും, അതായത് 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും വീഡിയോ കോൾ ചെയ്തിട്ടാണെങ്കിലും ഫോട്ടോ എടുത്തിട്ട് ഞാൻ കൊണ്ട് കാണിക്കണം. അപ്പൊ ഞാൻ 2 ആഴ്ച അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആ സ്കിന്നിൽ എല്ലാം മാറിയായിരുന്നു, കംപ്ലീറ്റ് എല്ലാം മാറിയായിരുന്നു. അപ്പൊ ഇനി അങ്ങനെ ഒരു ഫോളോ അപ്പ് ചെയ്യാനോ ഒന്നും എനിക്കൊരു ഇതില്ല. എൻ്റെ ചാച്ചൻ എൻ്റെ കൂടെ ഇപ്പം സത്യം പറഞ്ഞാൽ ഇല്ല. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എനിക്കത് അതിലോട്ടൊരു ഇതായി വരാനായിട്ട് ഭയങ്കര ഒരു പാട്. എൻ്റെ അപ്പൻ ലാലാജി പപ്പ, എൻ്റെ അച്ഛൻ ലാലാജി പപ്പ കിടക്കുന്നിടത്ത് തന്നെയാണ് ചാച്ചനെ ദഹിപ്പിച്ചിരിക്കുന്നത്. അപ്പം കർമ്മത്തിലൊന്നും എനിക്ക് പങ്കുചേരാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. അത് വേറെയുള്ള ചാനലുകളിലൂടെയൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ കമൻസൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പുവിൻ്റെ സ്വന്തം ചോരയല്ല എൻ്റെ വെല്ലുപ്പെണ്ണ്, അങ്ങനെ. അപ്പോൾ എനിക്ക് കർമ്മത്തിലൊന്നും പറ്റില്ല. അത് ആര് പറഞ്ഞിട്ടാണ് എന്തുവഴിയൊക്കെയാണ് എത്തിയേക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അതൊന്നും വിഷയമൊന്നുമല്ല, ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷേ കർമ്മത്താൽ എൻ്റെ വെല്ലുപ്പൻ തന്നെയാണ്. എന്നെ കർമ്മം കൊണ്ട്, എന്നെ മാത്രമല്ല എൻ്റെ സഹോദരിയെയും എൻ്റെ ചേട്ടനെയും അതേപോലെ പല മക്കളെയും പൊന്നുപോലെ, സ്വന്തം മക്കളെ പോലെ, സ്വന്തം ചോരയായിട്ട് പരിപാലിച്ച ഒരാളാണ് മരിച്ചു പോയത്. അപ്പം കർമ്മത്താൽ എനിക്ക് എന്നെ രക്തബന്ധത്താൽ എനിക്ക് കർമ്മം ചെയ്യാൻ പറ്റില്ല. പക്ഷെ മനസ്സാൽ ഞാൻ കർമ്മം ചെയ്യുന്നുണ്ട്, ഞാനും പെല എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് പെലയുണ്ട്. അപ്പം ബാക്കിയുള്ള കർമ്മം ഇനിയിപ്പോൾ സഞ്ചയനത്തിന് എനിക്ക് ബലിയിടാൻ പറ്റുവാണെങ്കിൽ ബലിയിടും, പറ്റുവാണെങ്കിൽ തിരുമേനിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ആ ഒരു ചാച്ചൻ്റെ കർമ്മ കാര്യങ്ങളെല്ലാം ചെയ്തത് ചാച്ചൻ്റെ ചേട്ടൻ്റെ മകനാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെല്ലുമ്മച്ചിയുടെ രണ്ടാമത്തെ കല്യാണമാണ് ചാച്ചൻ. ആദ്യത്തെ ഭർത്താവ് ഇല്ല, അപ്പം രണ്ടാമത്തെ ഭർത്താവാണ് വെല്ലിച്ചാച്ചൻ. പക്ഷെ അങ്ങനെയൊന്നും അല്ല ഞങ്ങളെ നോക്കിയിട്ടുള്ളത്. കുടുംബത്തിലുള്ള ഒരാളെ ചാച്ചൻ അങ്ങനെയല്ല നോക്കിയിട്ടുള്ളത്. ചാച്ചൻ സ്വന്തമായിട്ട് സ്വന്തം മക്കളായിട്ട് കണ്ടാണ് എല്ലാവരെയും നോക്കിയിട്ടുള്ളത്. അവരുടെ കൊച്ചുമക്കളെ അതേപോലെ തന്നെയാണ് കയറി വന്ന മക്കളെ. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്നെ ഉൾപ്പെടെ ഇത്രയും വർഷമായില്ലേ, ഞാൻ ഇത്രയും വർഷമായിട്ട് കാണുന്നത്. അപ്പൊ അത്രയും വർഷമായിട്ടും എന്നെയും കൊച്ചുമകളുടെ അങ്ങനെ ഒരുപോലെ വന്നു കയറിയോലല്ല അപ്പൂനെ കാണുന്നത്. അതിൽ ഒരു പടി കൂടുതലാണെന്നേ ഉള്ളൂ. അത് ഡിസ്റ്റിനാണ് എന്നിലൊക്കെ കാണുന്ന ഒരേപോലെ തന്നെയാണ്. അപ്പം ആ മരിക്കുന്നതിന് മുന്നേ കാണാൻ ചാച്ചൻ ഒരുപാട് കേട്ടിട്ടാ ഇത്. പക്ഷെ ചാച്ചന സമയം ഇതൊന്നും അറിയാത്ത, അവരൊന്നും ഇതൊന്നും സോഷ്യൽ മീഡിയ ഒന്നും നിൽക്കാത്തതുകൊണ്ട് നമ്മൾ നേരിട്ട പോലൊന്നും അവർ നേരിടാനായിട്ട് എന്നെ ഡ്രാഗ് ചെയ്ത കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരും എല്ലാവരെയും ഡ്രാഗ് ചെയ്തിട്ട് പലതും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും അവരെല്ലാം എല്ലാം സംസാരിക്കാനൊക്കെ പലപ്പോഴും നമ്മളതൊന്നും വേണ്ടാന്ന് വെച്ച് ഇന്നിപ്പം ചാച്ചനില്ല. ചാച്ചനെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അനാവശ്യങ്ങൾ പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് പല ചാനലിലും നമ്മൾ കാണുന്നുണ്ട്, ചാച്ചനെ പറ്റി പോലും പറഞ്ഞേക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെയല്ല, ചാച്ചൻ എൻ്റെ ജീവനായിരുന്നു. എനിക്ക് പല മെമ്മറീസും ചാച്ചൻ, അതായത് ഒരു മകനെന്ന രീതിയിൽ, കാരണം അച്ഛനില്ല. അപ്പൊ ആ ഒരു രീതിക്കാണ് അനീഷേട്ടായി കുഞ്ഞിലേ തൊട്ട് നോക്കിയത്. അനീഷേട്ടായിക്കും അച്ഛനും അമ്മയും ഇല്ല. അപ്പം അനീഷേട്ടായി അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അച്ഛനും അമ്മയും അനീഷേട്ടാനെ കുഞ്ഞിലെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അന്ന് തൊട്ട് അനീഷേട്ടാനെ നോക്കുന്നത് ചാച്ചനും വെല്ലുമ്മച്ചിയാണ്, അച്ഛനും അമ്മയായിട്ട്. അതേപോലെ തന്നെ എന്നെയും ആ ഒരു കെയറും കരുതലിൽ നിന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ടാണെങ്കിലും അതേപോലെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. കടയിൽ പോയിട്ട് വൈകുമ്പോഴും ഒക്കെ ആണെങ്കിലും ചാച്ചൻ അന്വേഷിക്കും, എന്നാണ് ഇത്രയും വൈകിയേ എന്നാ ചോദിക്കും. കാരണം അതിനുള്ള അവകാശമുള്ള ഒരാളായിരുന്നു. എന്ത് കാര്യത്തിലും എൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെടാൻ പറ്റിയ അവകാശമുള്ള ഒരാളായിരുന്നു. ഇന്നിപ്പം പോയി. ചടങ്ങെല്ലാം എല്ലാവരോടും നിന്ന് ചാച്ചൻ്റെ വീട്ടുകാരും അതേപോലെ വെല്ലുമ്മച്ചിയുടെ വീട്ടുകാരും ഞങ്ങൾ കൊച്ചുമക്കളും എല്ലാവരും ഇവിടെ നിന്ന് ഇത് നമ്മൾ അവിടെ ഒരു കട്ടപ്പന ഒരു റൂം എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം കാരണം അമ്മയ്ക്കും സർജറി, അതുപോലെ തന്നെ ചിറ്റാമ്മയുണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ നല്ല വഴക്കായിരുന്നു. അപ്പോൾ അവിടെ അടുത്ത് തന്നെ 4-5 കിലോമീറ്റർ അപ്പുറത്ത് നമ്മളൊരു റൂം എടുത്തു. റൂം ഡോർമെറ്ററിയാണ് എടുത്തത്. കട്ടിലെല്ലാം ഇങ്ങനെ അടുപ്പിച്ചിട്ട് റേറ്റ് കുറവാണ്, ഹോള് പോലെ. അപ്പോൾ റേറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ അവിടെയാണ് ഇവരെല്ലാം ആക്കി. എന്നിട്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. വെളുപ്പിനെ പിന്നെ തിരിച്ചു ഇങ്ങോട്ട് ഇവരെല്ലാവരും കൊണ്ടുവരികയും ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു. ചാച്ചൻ്റെ അടുത്ത് ഒരുപാട് നേരം ഞാൻ ഇരുന്നു. വെല്ലുമ്മച്ചിയുടെ കൈ പിടിച്ച് ഒത്തിരി നേരം ഇരുന്നു രാത്രിയിലെല്ലാം.
അപ്പം ചാച്ചൻ്റെ മുഖത്തോട്ട് നോക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പറ്റുന്നില്ലായിരുന്നു. ഇങ്ങനെ ഇതൊക്കെ കെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ കയ്യിൽ കുറച്ച് നേരം പിടിച്ചു. കയ്യിൽ പിടിച്ചപ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പാണ് കേട്ടോ. തണുപ്പ് ചെവിയിലെല്ലാം പിടിക്കും, തണുപ്പാണ്. നമ്മുടെ പിന്നെ തുടച്ച് കഴിഞ്ഞിട്ട് ഷർട്ട് ഇട്ടപ്പോഴത്തേക്കും കൈ കയറത്തില്ല. അപ്പം എല്ലാവരും പറഞ്ഞ് കീറിയിട്ട് ഇടാന്ന്. അപ്പം ഞാനും അനീഷയുടെ പറഞ്ഞു വേണ്ട, കീറണ്ട, നമുക്ക് നല്ലത് നോക്കാം. അങ്ങനെ ചാച്ചൻ ഒത്തിരി വണ്ണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷർട്ട് എല്ലാവരുടെയും ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും ഈ ഒരു കൈ കയറത്തില്ല. ഒരു കൈ കയറി കഴിഞ്ഞാൽ ഒരു കൈ കയറത്തില്ല. അപ്പം കീറും, ബാക്കി ഇങ്ങനെ കീറിയിട്ടാണ് ഇങ്ങനെ ഇടുന്ന ഡ്രസ്സ് ഇടുന്നത്. അപ്പം ചാച്ചന് അങ്ങനെ കീറണ്ടേ വന്നില്ല. പുതിയ ഡ്രസ്സും പുതിയ മുണ്ടും അതേപോലെ തന്നെ നല്ലൊരു ഉടുപ്പും എല്ലാം ഇടിയിപ്പിച്ച് നേരെ തന്നെ ഇടാൻ വേണ്ടി പറ്റി. കൈ തന്നെ ചാച്ചന് കൈ കയറി ഞങ്ങൾ ഒന്നുകൂടെ ട്രൈ ചെയ്തു. അളിയനും ഉണ്ടായിരുന്നു, അമ്മ ചേച്ചിയുടെ ഹസ്ബൻഡ് അളിയനും ഉണ്ടായിരുന്നു. ഞാൻ, അളിയൻ, അനീഷേട്ടായി, അനിലിയേട്ടായി, ശശിയച്ച, പിന്നെ കണ്ണൻ ചേട്ടായി, ഞങ്ങൾ ഇത്രയും പേരാണ് ചാച്ചനെ തുളച്ച് പുറത്തിറക്കി കൊണ്ടുവന്ന് കർമ്മത്തിനായിട്ട് കൊണ്ടുവച്ച് ബലിയിടാൻ വേണ്ടി മാത്രം പറ്റിയില്ല. ബാക്കി എല്ലാ കാര്യത്തിലും എനിക്കെല്ലാം ചെയ്യാനായിട്ട് പറ്റിയത് എല്ലാം നമ്മൾ ചെയ്തു. നമുക്ക് ചെയ്യാൻ മരിച്ചു കഴിഞ്ഞു അതും ഇതും ചെയ്യുന്നതല്ല, ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റാന്നല്ല നമ്മൾ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ഇത് ചെയ്തോട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കും ഒരു കാര്യത്തിൽ. കാരണം ആശുപത്രി കിടന്നപ്പോഴാണെങ്കിലും ഇവിടെ വന്നിട്ടാണെങ്കിലും ചിറ്റാമ്മയ്ക്കൊക്കെ ഇപ്പോഴും സന്തോഷം. ഇപ്പോൾ ഈ വെല്ലുമിച്ച് ചിറ്റാമ്മയെ വിളിച്ചാൽ ഒത്തിരി ആഹാരം വെച്ച് കൊടുത്ത് ചിറ്റാമ്മയാ നോക്കി ഞങ്ങൾ രണ്ടുപേരെ എല്ലാവരോടും വിളിച്ച് എല്ലാവരോടും പറഞ്ഞു. ഞാൻ അവിടെ പോയി ചിറ്റാമ്മയാണ് നോക്കിയ എല്ലാവരുടെ പറയുമായിരുന്നു. ചിറ്റാമ്മ തന്നെയായിരുന്നു വെല്ലുമിച്ച് എല്ലാം കഴിയുന്ന വരെ ചിറ്റാമ്മ തന്നെയായിരുന്നു കൂടിയിരുന്നത്. എല്ലാവരും ഒരു ചാച്ചന്റെ പെങ്ങന്മാരൊക്കെ ഉണ്ടോട്ടെ ഇപ്പോഴും എല്ലാവരും ഉണ്ട്. അപ്പൊ അവര് അമ്മയുടെ കൂടെ എല്ലാവരും ചിറ്റാമ്മ കൂടെ ആയിട്ട് ഇരുന്നതല്ല. അപ്പം എല്ലാവരെയും ആ സമയത്ത് കാണാൻ പറ്റി. ഞാനാണെങ്കിൽ ഒരുപാട് പേരെ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരും വന്ന് സംസാരിച്ച് നല്ലോണം. നമുക്ക് നികത്താൻ പറ്റാത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചേക്കുന്നത്. പക്ഷെ നമുക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ. ചാച്ചന് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യാം. നമ്മളതുകൊണ്ടാണ് ഈ കുറച്ച് ദിവസമായിട്ട് വീഡിയോയോ അല്ലെങ്കിൽ ഷോർട്സോ നമ്മൾ എടുത്തു വെച്ച ഷോർട്സ് പോലും നമ്മൾ ഇടാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് കാരണം ചിരിച്ച് നമുക്കൊരു ഷോർട്സ് ഇടാനായിട്ട് പറ്റുമില്ലായിരുന്നു, ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ 27-ാം തീയതിയാണ് സഞ്ചയനം, 8 മണിക്ക് രാവിലെ. അപ്പോൾ ഞങ്ങളുടെ തലേന്ന് ഞാൻ കുഞ്ചൂസോടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു ചാച്ചൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടോ. അപ്പോൾ എല്ലാം കർമ്മമെല്ലാം നമ്മൾ എല്ലാവരും ചേർന്ന് നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് തന്നെ ചെയ്തു. നമുക്ക് അത് എല്ലാവർക്കും കൂടെ നിന്ന് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസമാണ്, പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ ആണിത്. ഇങ്ങനെ ഒരു പ്രതീക്ഷയല്ല. നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ദൈവമാണ് തീരുമാനിക്കുന്നത് എന്ത് നടക്കണം. അടുത്തൊരു ശ്വാസത്തിന് നീ അവകാശിയാണെന്ന് പറഞ്ഞ് തീരുമാനിക്കുന്ന ദൈവമാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും അഹങ്കരിച്ചോ എന്തുണ്ടായിട്ടും ഒന്നും നമുക്ക് ഉണ്ടാകാൻ പറ്റത്തില്ല. ഒരിക്കലും അഹങ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നാളത്തെ അല്ലെങ്കിൽ ഇന്നത്തെ അടുത്ത ഞാൻ ശ്വാസം വേണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. കാരണം ചാച്ചൻ മരിച്ചത് വെല്ലുമിച്ച് ഇങ്ങനെ ഇരുന്നു, ജസ്റ്റ് അത് ചേച്ചി പുറത്ത് പോയി വെല്ലുമിച്ച് ഇങ്ങനെ കയ്യിലും ഒക്കെ ഇങ്ങനെ തിന്മിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു വെല്ലുമിച്ചെടുത്ത് എല്ലാവരും, ഞാനും ഇവിടുന്ന് പറഞ്ഞു വിട്ടു, ഇവിടും പറഞ്ഞു വിട്ടു, എല്ലാവരും പറയുന്നുണ്ട് ഫിസിയോതെറാപ്പി ഇങ്ങനെ വെല്ലുമിച്ച് കാലും കൈ ഇങ്ങനെ അമ്മക്കി കൊടുത്തേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വെല്ലുമിച്ച് ഇത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ആ സമയം. അപ്പോൾ വെല്ലുമിച്ച് ഇതൊന്നും അറിയുന്നില്ല. ചേച്ചി വന്നപ്പോൾ നോക്കിയപ്പോൾ ശ്വാസമില്ല. അപ്പം എന്താ പറയണ്ടേ, നമുക്ക് എന്തോ ഒരു കണ്ടീഷനായിരുന്നു സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ട് പോകുമ്പോൾ, ചേതനേറ്റ ഒരു ശരീരം നമ്മുടെ മുന്നിൽ കിടക്കുമ്പോൾ നമുക്ക് അത്രയും നാൾ നമ്മുടെ മുന്നിലൂടെ ചിരിച്ചും അപ്പു എന്നെ മടിയിരുത്തി എന്നെ ലാളിച്ച് വളർത്തി എനിക്ക് ചോറ് വാരി തന്ന എന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ചാച്ചൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ ആ ചാച്ചൻ അങ്ങനെ കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ദഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്തത്. SNDPയുടെ ഇതൊക്കെ വന്ന് സേവാഭാരതി അവർ വന്നിട്ട് ദഹിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കർമ്മം ചെയ്യാൻ പറ്റിയില്ല. കർമ്മം ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പോയി മുണ്ടും തോർത്തും എല്ലാം നേരത്തെ ഞങ്ങൾ മേടിച്ച് വെച്ചായിരുന്നു കർമ്മം ചെയ്യാൻ. ഞാൻ ചാച്ചൻ്റെ പെങ്ങളുടെ മോൻ അരിഞ്ചേട്ടായി, അതേപോലെ ആശ് ചേച്ചി, ചാച്ചൻ്റെ പെങ്ങളുടെ മോൾ ആശ് ചേച്ചി, അതേപോലെ അങ്ങനെ എല്ലാ അനീഷേട്ടായി, അങ്ങനെ ഇത്രയും പേര് നമ്മൾ ചെയ്യാവുന്നില്ല. അപ്പോഴാണ് അൻപിയാട്ടം വന്നത്, ചാച്ചൻ്റെ ചേട്ടൻ്റെ മോന്. അപ്പോൾ അതാണ് ചാച്ചൻ്റെ കർമ്മം ചെയ്യുമ്പോൾ കറക്റ്റാണ്, രക്തബന്ധം തന്നെ ചെയ്യണം അങ്ങനെ തിരുമേനി പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഇന്ന ദിവസം എടുക്കാമെന്ന് പറഞ്ഞു, സഞ്ചയനത്തിൻ്റെ അന്ന് നമുക്ക് ബലിയിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നും തിരുമേനി പറയുന്ന പോലെ എന്തുവാന്ന് വെച്ചാൽ ചെയ്യും. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു. നമുക്ക് എന്തായാലും ലൈഫ് ഇങ്ങനെയാണ്. നമുക്കിനി ചാച്ചൻ്റെ ഓർമ്മകൾ മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. നമുക്ക് മറവി എന്നൊരു ഇത് തന്നേക്കുന്നുണ്ട്. കുറേ എല്ലാവർക്കും ആ ഒരു ദിവസങ്ങളിലെല്ലാം ഭയങ്കര വിഷമങ്ങൾ കാര്യങ്ങൾ. ഇപ്പം ഞാൻ മരിച്ചാലും ആര് മരിച്ചാലും നമുക്ക് ആ ഒരു കുറേ നാളത്തേക്ക് അവരുടെ മെമ്മറീസ് കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ലൈഫ് മുന്നോട്ട് പോകുന്തോറും അവരുടെ മെമ്മറീസ് കുറച്ച് കഴിയുമ്പോഴായിരിക്കും പിന്നെ ഓർക്കുന്നത്, അല്ലേ? അല്ല, അങ്ങനെയാണ് റിയാലിറ്റി, അതാണ്.
അങ്ങനെയാണ് എല്ലാരും ബാക്ക് ടു നോർമൽ ആവും. റിയാലിറ്റി അതാണ്. ചില ഇൻസിഡൻസ് നടക്കുമ്പോഴായിരിക്കും ഓർക്കുന്നത് അന്നേരം ആ ഒരു മൊമെന്റ്. അപ്പൊ അങ്ങനെ ആയി തീരും മനുഷ്യന്. അത് മരണം എന്നുള്ളത് മാത്രമാണ് ലോകത്തെ ഏറ്റവും സത്യമായിട്ടുള്ളത്. നമ്മൾ ജനിച്ചിട്ടുണ്ട്, ഒരിക്കലും മരിക്കും. അപ്പം അത് നമ്മൾ മറക്കുകയും ചെയ്യും കുറെ നാൾ കഴിയുമ്പോൾ. കൂടെ നമ്മൾ അത്രയും സ്നേഹിക്കുന്നവരാണെങ്കിൽ പോലും ഇത് നമ്മുടെ ഒരു ലൈഫിലോട്ട് വരുമ്പോഴത്തേക്കും കുറെ കഴിയുമ്പോൾ അത് ദൈവമായിട്ട് നമ്മളിൽ തന്നേക്കുന്ന ഒരു കഴിവ് തന്നെയാണ്. കുറെ കഴിയുമ്പോഴത്തേക്കും അത് മറക്കുന്നത് ഒരു അനുഗ്രഹവും കൂടിയാണ്. കുറെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്നും വിഷമിച്ച് ജീവിക്കാൻ പറ്റുമല്ലോ. അപ്പം നമുക്ക് മുന്നോട്ട് പോകണം. എല്ലാവർക്കും ശക്തി കൊടുക്കാനും വെല്ലുമിച്ചിക്ക് പ്രത്യേകിച്ച് ശക്തി കൊടുക്കണം. വെല്ലുമിച്ച് നമ്മളിങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും. അപ്പം വെല്ലുമിച്ചിക്കും അതുപോലെ എല്ലാവർക്കും അന്നേരം കൊണ്ടുവരാൻ പറ്റും. അതെ, ചിറ്റാമ്മ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നപ്പോഴേ പറഞ്ഞു അപ്പോൾ വെല്ലുമിച്ചിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണേ. അപ്പം വെല്ലുമിച്ച ഒക്കെ ആയിട്ട് അവിടെ നോക്കിയായിട്ട് ചടങ്ങെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വെല്ലുമിച്ച അങ്ങോട്ട് കൊണ്ടുവരും. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. ചാച്ചൻ്റെ ആ ഒരു ആത്മാവിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെ അച്ഛൻ്റെ അവിടെ തന്നെയാണ് രാജപ്പ അടക്കമാണ് ചെയ്തത്. അതിന് മേളിൽ ചാച്ചനെ ദയിപ്പിക്കുക ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ചങ്സ് ആയിരുന്നു. കല്യാണത്തിന് ശേഷമാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്കുതർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിനിപ്പുറം അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അവിടെ നിന്ന് കാരണം അവർ മേളിൽ തന്നെ വെച്ചപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ നിന്ന് പറയുകയുണ്ടായി. അപ്പം അവർ ചങ്സ് ആയിട്ട് അവർ ഒന്നിച്ച് എന്തോ ഒരു പറഞ്ഞു ചേട്ടനും അനിയനും എന്തോ ഒരു ഇതുകൂടെ പറഞ്ഞായിരുന്നു. അവരങ്ങനെയാണ്. അപ്പൊ അച്ഛനും മോനും ആണെന്ന് പറയത്തില്ല ഒരിക്കലും. അതേപോലെയാണ് അവർ നടന്നത്. അവരെന്ത് കാര്യത്തിനാണെങ്കിലും ഒന്നിച്ച് നടക്കുകയുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും ഒരിടത്ത് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞു. എല്ലാം നമ്മളൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബക്ഷേത്രം അവിടെയാണ്. അപ്പം അവിടെ ചെന്നിട്ട് ചാച്ചനെയും കണ്ടിട്ട് പിള്ളേരെ ഒന്ന് വൈകിട്ട് അവിടെയെല്ലാം കൊണ്ടുപോയി. രണ്ടുപേരെയും ആമിയുടെയും ലിച്ചുവിൻ്റെയും കുടുംബക്ഷേത്രം അവിടെ. എൻ്റെ കുടുംബക്ഷേത്രം അവിടെ ആകുമ്പോൾ അവരെ അറിയാലോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി എല്ലാവരുമായിട്ട് പോയി ദീപാരാധനയൊക്കെ ഒന്ന് കൂടിയിട്ട് നമുക്ക് തിരിച്ചു വരണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞ് വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ജീവിതം മൊത്തത്തിൽ ഒരു വലിയൊരു നഷ്ടത്തിലോട്ട് എത്തിച്ചു. പക്ഷെ ആ നഷ്ടത്തിൽ നിന്ന് നമുക്കെന്നും ചാച്ചന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. അപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷോർട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴാണ്, അതായത് ചാച്ചനെ കാണാൻ വേണ്ടി പോയപ്പോഴാണ് മരണത്തിന് ശേഷം പോയെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. നമുക്ക് ഒരാളെയും പറഞ്ഞൊന്നും ബോധിപ്പിക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ചാച്ചന് വേണ്ടി ചെയ്യാനായിട്ടുള്ളതെല്ലാം നമ്മള് നമ്മുടേതായിട്ടുള്ള ഇത് നമുക്ക് ചാച്ചന് ചെയ്യാനായിട്ട് പറ്റുന്ന എല്ലാ രീതിയിലും നമുക്ക് പറ്റുന്നത്. അതായത് അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല പോകുന്നത്. അപ്പോൾ തലേദിവസം അവർക്ക് ഒരു മറ്റേ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ആ പൈസ അക്കൗണ്ടിൽ കിടപ്പുണ്ടായിരുന്നു. അത് മാത്രം ഉള്ളായിരുന്നു നമ്മുടെ കയ്യിൽ. അത് അവിടെ ചെന്നു. അവിടെ കർമ്മത്തിന്റെ നമുക്ക് ഏകദേശം അത്യാവശ്യം പൈസ അവളുടെ മറ്റേ ടിക്കറ്റ് അവളുടെ ആ പൈസ കിടന്നാണ് ഞാൻ എടുത്തിട്ട് കൊടുത്തത്. അല്ല അങ്ങനെയല്ല. ആ ഒരു സമയത്ത് നമുക്ക് അത് ദൈവാനുഗ്രഹം, അതും ദൈവാനുഗ്രഹമാണ്. കാരണം ആ ഒരു സമയത്താണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഭംഗിയായിട്ട് ചാച്ചന് വേണ്ടിയിട്ട് ജീവിച്ചിരുന്നപ്പോഴും ചെയ്തിട്ടുണ്ട്, മരിച്ചു കഴിയുമ്പോഴും നമ്മൾ ചെയ്യും ഉറപ്പായിട്ടും. അപ്പം എന്തായാലും ചാച്ചന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച് ഒത്തിരി പേരുണ്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും വിഷമമായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ കേട്ടോ. എല്ലാവർക്കും ടാറ്റ. കുഞ്ഞുങ്ങൾ പുറത്തുണ്ട്. അവള് ഇനിയിപ്പോ വേദനയായിട്ട് ഇനിയിപ്പോ ഫുള്ള് നല്ല പനിയാവും. പാരസെറ്റമോൾ ഇപ്പൊ കൊടുത്തിട്ടിരിക്കുന്നു. 1.5 ഇഞ്ചക്ഷൻ ആയിരുന്നു. ആമിക്കും വൈറ്റമിനെ ഉണ്ടായിരുന്നു. രണ്ടും പോയി എടുത്ത്. നമ്മളെ ഒന്നും ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു അങ്ങോട്ട് പോയപ്പോ. പിന്നെ മിക്കിയും ഇവിടെ അല്ലായിരുന്നു. പിന്നെ മിക്കിക്ക് പിന്നെ അപ്പച്ചനെ വിളിച്ചിട്ട് ഫുഡ് മേടിച്ച് പുറത്തുനിന്ന് കൊടുക്കാന്ന് പറഞ്ഞു, കൊടുപ്പിച്ചു. പിന്നെ ഇന്നലെ ആവുകൊണ്ട് ഇന്നലെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. ഇന്നലെ ഒരു എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് 3 മണിയായപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം 8 മണിയായി. 8 മണിയോളമായി. കാരണം പിറ്റാമായിട്ട് പയ്യെ വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ വന്നിട്ടാണല്ലോ മിക്കാണല്ലോ ഫുഡ് കാര്യങ്ങളെല്ലാം എനിക്ക് വണ്ടി ഓടിച്ചപ്പോ കാഞ്ഞിരപ്പള്ളി ആയപ്പോഴത്തേക്കും ടിപ്പറൊക്കെ വരുമ്പോഴേക്കും വണ്ടിയുടെ നേരെ പോവാ. അപ്പൊ അന്നേരമാണ് ഞാൻ പെട്ടെന്ന് വളയ്ക്കുന്നത്. അപ്പൊ നമ്മൾ വലിയൊരു അപകടത്തിലോട്ടാണ് പോകുന്നത്. ഉറക്കം വളച്ചു പോയി. അപ്പോൾ ഞാൻ പിന്നെ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഒന്നും മുണ്ടക്കയത്തൊന്നും ഞാൻ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് കണ്ണടഞ്ഞ് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവളോട് ഞാൻ പറഞ്ഞു നീ തിരുന്നേരം ഓടിക്കുന്നു. അപ്പൊ അവൾക്കും ടയർഡാ, ഭയങ്കര ടയർഡാ. കാരണം കുഞ്ഞുങ്ങൾ തലേദിവസം ഉറങ്ങിയിട്ടൊന്നുമില്ല. അവർക്ക് ഡേറ്റ് ആയിട്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് ചാച്ചിന്റെ അടുത്തൊന്നും ചെയ്യാനായിട്ട് പൂടാൻ വേണ്ടിയിട്ടോ വന്ന് കാലം നമസ്കരിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ആദ്യം വന്നപ്പം അവിടെ തന്നെ ഉണ്ടായിരുന്നു. വിളിച്ചോടെ പിറ്റാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ അത് കഴിഞ്ഞ് കർമ്മത്തിന് എടുത്തതിന് ശേഷം എനിക്ക് അങ്ങോട്ട് അടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുവരെ ഏറ്റവും ലാസ്റ്റ് ആരാണ് നിൽക്കുന്നത് അവരെ ഒപ്പം നിൽക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അതൊക്കെ ഓരോ അപ്പൊ അത് ചാച്ചനും അറിയാം. അപ്പം രാവിലെ ഇന്ന് തലേദിവസം നല്ല മഴയുണ്ടായിരുന്നു. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. ആ ഒരു കർമ്മത്തിന്റെ സമയത്തേക്ക് ഒരു
ഒരു വെളിച്ചം ഒരു പ്രകാശവും വന്നു, ഒരു ചെറിയ കാറ്റും കാര്യങ്ങളും. ആ കർമ്മത്തിന്റെയൊക്കെ അവസാനം നല്ലൊരു കാറ്റൊക്കെ വീശി. പക്ഷെ വിളക്കോ കാര്യങ്ങളൊന്നും അണഞ്ഞു പോയില്ല കേട്ടോ. നല്ല കാറ്റ്. അവിടെ ഡാമുള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കാറ്റ് വീശും, തണുപ്പുള്ള കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. അത്ര നേരം മഴ പെയ്തിട്ട് അത് പെട്ടെന്ന് സ്റ്റോപ്പായി. അതൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നി കേട്ടോ എല്ലാ കാര്യങ്ങളും. അപ്പം ചാച്ചൻ്റെ കൂടെ ദൈവമുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ കേട്ടോ. ഒത്തിരി വൈകിപ്പിക്കുന്നില്ല. ഇനി കുഞ്ഞിനെ ഓടിച്ചുകൊണ്ടൊക്കെ നടക്കണം, അല്ലെ അവർക്ക് ഭയങ്കര പെയിൻ ആവും. പിന്നെ ഞങ്ങൾ വണ്ടി കടയിലും പോയിട്ടില്ല കേട്ടോ. 3 ദിവസമായിട്ട് കടയിലെ കാര്യങ്ങളെല്ലാം അവരാണ് നോക്കുന്നത്. നമുക്കൊരു ദിവസം അടച്ചിടാനും നമുക്ക് പറ്റത്തില്ലായിരുന്നു. അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒന്നും ചെയ്യാം. ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് രണ്ടുപേരും. നമ്മൾ മാത്രം, നമ്മുടെ ഫാമിലി മാത്രമല്ല. പ്രിയങ്ക, നമ്മുടെ കടയിലുള്ള പ്രിയങ്ക ആണെങ്കിലും അനുസരിച്ചാണെങ്കിലും നമ്മളെ ഡിപ്പെൻഡ്, നമ്മുടെ സ്ഥാപനത്തെ അതേപോലെ നോക്കുന്നവര്. അപ്പം നമ്മുടെ കൊടുക്കുന്ന സാലറി കൊണ്ടാണ് അവിടെ ഓരോ കാര്യങ്ങളും പോകുന്നത്. അപ്പം നമ്മൾ കഷ്ടം അവർ നിന്നാലേ കടയിലെ കാര്യങ്ങൾ പോകത്തുള്ളൂ. അതുപോലെ നമുക്ക് ഓൺലൈനും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് പൈസ കിട്ടിയാലേ അവർക്ക് സാലറി കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കത് അടച്ചു പൂട്ടിയിട്ട് ഇടാനൊന്നും പറ്റും. പക്ഷെ നമ്മൾ അന്ന് വിളിച്ചൊന്നും പറഞ്ഞൊന്നും ഇല്ല, ആരോടൊന്നും ആരോടും അറിഞ്ഞൊന്നും ഇല്ല. അവർ വന്ന് തുറക്കുമായിരുന്നു. പ്രിയങ്ക എന്നെ ഏതൊരു സമയം വിളിച്ചുകൊണ്ട് ചേച്ചി ഞാൻ ഇങ്ങനെ കണ്ടു, ആണ് സത്യമാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൂടുതലും പേര് അറിഞ്ഞത്. അറിയിക്കേണ്ടവർ ആ സമയത്ത് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ എന്നെ ഒത്തിരി പേര് അങ്ങനെ വിളിച്ചാൽ ചോദിച്ചു. ഞാൻ ആരെയും കോളൊന്നും എടുക്കാനായിട്ട് നിന്നില്ല. പിന്നെ ഫോൺ വണ്ടി തന്നെ വെച്ചേക്ക് വന്നപ്പോൾ ഇനിയൊരു ക്വസ്റ്റൻ അങ്ങനെ അവർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വന്നതിന് ശേഷം ഒരു മണിക്കൂറിനൊക്കെ ചാച്ച മരിച്ച ഒരു മണിക്കൂറിനുള്ളിൽ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ അവർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ സഹോദരി ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അവർ അത്രയും പേര്, കുഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ. അവർ അത്രയും പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. തലേന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം അവർ കണ്ടിട്ടില്ല. വന്നൊന്നും അറിയത്തില്ല, നമുക്കറിയത്തില്ല കേട്ടോ. വന്നായിരിക്കാം, കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു കമൻറ്റും വേണ്ട. കാരണം അവർ വന്നിട്ടുണ്ട്. കാരണം അത് നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായ ഒരു കാര്യമാണ്. അവർ വന്നല്ലോ, അപ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ കേട്ടോ. എനിക്ക് പറയാനുള്ളത് കേക്ക് പറിക്കും 4 ലക്ഷം പേർക്കും കൊടുക്കണം. പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങളാണ് നമ്മളെങ്ങനെ കൊടുക്കും. അങ്ങനെ അത് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ എത്തിക്കാനാ? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടുന്ന് പോകുന്നത്? അത് പറയൂ. എന്തിനാ ഇവിടുന്ന് പോകുന്നത്? ഇപ്പൊ കുടുംബ വീട്ടിൽ പല ഇത് കാണും. അത് പോകാതിരിക്കാനോ? എവിടെ? അവിടെയോ? ആ വീട് കാഞ്ചാറിലോ? പറമ്പിൽ പണിയൊക്കെ ഇല്ലേ? വിവാദത്തിലല്ലേ വേലമൊക്കെ നടന്നത്. അത് നടേണ്ട സമയത്ത് നടാൻ പറ്റി. പറമ്പിൽ കൂടെ ഒക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കണം, ഇങ്ങനെ പണിതുകൊണ്ടൊക്കെ ഇങ്ങനെ നടക്കണം. അതാണ് ചാച്ചൻ അങ്ങനെ ജീവിച്ചോണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് ഇവിടെ 2 അടിയൊക്കെ കൊടുത്ത് പിടിച്ചിരുത്താറ്. നമ്മളെ അടിക്കേണ്ടവരായിട്ട് നമുക്ക് അതെ ഹാപ്പി ബർത്ത്ഡേ. വെല്ലുമറ്റിയുടെ ചിറ്റാമ്പഴം കൊടുത്തേ. ഷുഗറുള്ളതുകൊണ്ട് കാറ്റ് സന്ധ്യാരാഗവും തീരവും